ഹലോ ഓൾ, വെൽക്കം ടു അഡ്നാലിൻ. സോ ഇന്നത്തെ ടോപ്പിക് ഫാർമക്കോളജിയിലെ ANSലെ ഗ്ലോക്കോമ എന്ന ടോപ്പിക്കാണ്. ഓക്കെ, സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഓക്കെ, അതുപോലെ ലൈക്ക് ആൻഡ് ഷെയർ. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ ഉള്ളൂ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടത്തുള്ളൂ. സോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാർമക്കോളജി, പതോളജി, മൈക്രോബയോളജി നമ്മളിപ്പം സെക്കൻഡ് ഇയർ സബ്ജക്റ്റാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യുക. ഫൈൻ. അപ്പം ഗ്ലോക്കോമ. അപ്പോൾ എന്താണ് ഗ്ലോക്കോമ? ഗ്ലോക്കോമ ഈസ് ഒപ്റ്റിക് നെർവ് ഡാമേജ്. ഓക്കെ, ഒപ്റ്റിക് നെർവിന് ഡാമേജ് വരുന്ന ഒരു കണ്ടീഷനാണ് ഗ്ലോക്കോമ. നമ്മുടെ ഒപ്റ്റിക് നെർവിന് ഡാമേജ് വഴി എന്ത് സംഭവിക്കും? വിഷ്വൽ ഫങ്ഷൻ ലോസ് ആവും. ഓക്കെ, ലോസ് ഓഫ് വിഷ്വൽ ഫങ്ഷൻ. ഓക്കെ, വിഷ്വൽ ഫങ്ഷൻ പോകും. ഫൈൻ. ഓക്കെ, അതുപോലെ തന്നെ ഈ ഗ്ലോക്കോമ നമ്മൾ പറഞ്ഞു ഒപ്റ്റിക് നെർവിന് ഡാമേജ് വരുന്നതാണ്, വിഷ്വൽ ഫങ്ഷൻ പോവും. അതുപോലെ ഇത് അസോസിയേറ്റ് ചെയ്യുന്ന വേറൊരു കണ്ടീഷനാണ് റേസ്ഡ് ഇൻട്രാ ഓക്കുലർ പ്രഷർ. ഓക്കെ, റേസ്ഡ് ഇൻട്രാ ഓക്കുലർ പ്രഷർ. നോർമൽ ഇൻട്രാ ഓക്കുലർ പ്രഷർ എന്ന് പറയുന്നത് 10 to 20 mm/Hg ആണ്. ഓക്കെ, അപ്പം ഇവിടെ ഗ്ലോക്കോമയിൽ ഇൻട്രാ ഓക്കുലർ പ്രഷർ ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഗ്ലോക്കോമയ്ക്ക് നമ്മൾ ഒരു ഡ്രഗ്സ് നമ്മൾ കൊടുക്കുമ്പം ഈ ഇൻട്രാ ഓക്കുലർ പ്രഷർ കുറയ്ക്കുന്ന ഡ്രഗ്സാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അക്യൂട്ട് ഗ്ലോക്കോമ. അക്യൂട്ട് ഗ്ലോക്കോമയെ പറ്റി പറയുവാണെങ്കിൽ സഡൻ ഇൻക്രീസ് ആണ്, ഇൻട്രാ ഓക്കുലർ പ്രഷറിൽ സഡൻ ഇൻക്രീസ് ആണ്. ഓക്കെ, അതേസമയം ക്രോണിക് സിംപിൾ ഗ്ലോക്കോമയിലും ഗ്രാജുവൽ റൈസ് ആണ് ഇൻട്രാ ഓക്കുലർ പ്രഷറിലേക്ക്. അക്യൂട്ട് ഗ്ലോക്കോമ ആണെങ്കിൽ സഡൻ ഇൻക്രീസ്, ക്രോണിക് സിംപിൾ ആണെങ്കിൽ ഗ്രാജുവൽ റൈസ് ആണ്. അതുപോലെ ഇപ്പോൾ അക്യൂട്ട് ഗ്ലോക്കോമ നോക്കുവാണെങ്കിൽ ഹെഡ് ഏക്ക്, പെയിൻ, ഓക്കെ, പെയിൻ ഇൻ ദ ഐ, റെഡ്നെസ്, ബ്ലഡ് വിഷൻ, ഇതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. ഓക്കെ, സഡൻ ഇൻക്രീസ് ഇൻ ഇൻട്രാ pressure, headache, pain in the eye, redness and blood vision. And if untreated, it will leads to blindness. Fine. ഇനി ക്രോണിക് സിംപിൾ ഗ്ലോക്കോമ. ഇവിടെ നമ്മൾ പറഞ്ഞു ഗ്രാജുവൽ റൈസ് ആണ് ഇൻട്രാ പ്രഷറിൽ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? പ്രോഗ്രസീവ് ലോസ് ഓഫ് പെരിഫറൽ വിഷൻ. ഓക്കെ, പ്രോഗ്രസീവ് ലോസ് ഓഫ് പെരിഫറൽ വിഷൻ ആൻഡ് ഓൾസോ ഹിയർ സെൻട്രൽ വിഷ്വൽ ഫീൽഡ് ലോസസ്. അപ്പോൾ അക്യൂട്ട് സിംപിൾ ഗ്ലോക്കോമയും ക്രോണിക് സിംപിൾ ഗ്ലോക്കോമയും മനസ്സിലായല്ലോ. ഇത് നമ്മൾ ഗ്ലോക്കോമയ്ക്ക് കൊടുക്കുന്ന ഡ്രഗ്, ഇത് ലോങ് എസ്സേയുടെ പാർട്ടായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ, ഷോർട്ട് നോട്ട്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. പ്രീവിയസ് ഇയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്ലോക്കോമ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഡ്രഗ് എന്ന് പറയുന്നതാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ. ഓക്കെ, പ്രോസ്റ്റാഗ്ലാൻഡിൻ അല്ലെങ്കിൽ PG. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? ഇൻട്രാ ഓക്കുലർ പ്രഷർ കുറയ്ക്കും. നമ്മൾ പറഞ്ഞു ഗ്ലോക്കോമയിൽ ഇൻട്രാ ഓക്കുലർ പ്രഷർ ഭയങ്കര കൂടുതലായിരിക്കും. സോ ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ ഇൻട്രാ ഓക്കുലർ പ്രഷർ കുറയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് അവർ ഇൻട്രാ ഓക്കുലർ പ്രഷർ കുറയ്ക്കുന്നത്? ബൈ ഫെസിലിറ്റേറ്റിംഗ് ഒവിയോസ്ക്ലീറൽ ഔട്ട്ഫ്ലോ. ഓക്കെ, ഒവിയോസ്ക്ലീറൽ ഔട്ട്ഫ്ലോനെ ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ അവർ ഇൻട്രാ ഓക്കുലർ പ്രഷർ കുറയ്ക്കുന്നുണ്ട് ബൈ ഫെസിലിറ്റേറ്റിംഗ് ഒവിയോസ്ക്ലീറൽ ഔട്ട്ഫ്ലോ. ഫൈൻ. ഇനി നമ്മൾ കുറച്ച് എക്സാമ്പിൾ പഠിക്കുകയാണെങ്കിൽ ലെതനോപ്രോസ്റ്റ്, ട്രവോപ്രോസ്റ്റ് ആൻഡ് ബിമപ്രോസ്റ്റ്, അങ്ങനത്തെ കുറച്ച് ഡ്രഗ്സ് ഉണ്ട് പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇവരെന്താ ചെയ്യുന്നത്? ഇതൊക്കെ എന്ന് പറയുന്നത് ഈ ലെതനോപ്രോസ്റ്റും ട്രവോപ്രോസ്റ്റിനൊക്കെ ഇല്ലേ, ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ, ദീസ് ആർ ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ. ഓക്കെ, ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിലെ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ. ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയുടെ ഈ ലെതനോപ്രോസ്റ്റ്, ട്രവോപ്രോസ്റ്റ് ഒക്കെ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയുടെ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ്. അതിൻ്റെ കാരണം എന്താ? അബൌട്ട് ദ ലോങ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ആൻഡ് ലോ സിസ്റ്റമിക് ടോക്സിസിറ്റി. സിസ്റ്റമിക് ടോക്സിസിറ്റി ഭയങ്കര കുറവാണ്, അതുപോലെ ലോങ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷനാണ്. ഫൈൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയ്ക്ക് നമ്മളിത് കൊടുക്കുന്നുണ്ട്. അതുപോലെ അക്യൂട്ട് കൺജസ്റ്റീവ് ഗ്ലോക്കോമയ്ക്ക്, ഓക്കെ, അക്യൂട്ട് കൺജസ്റ്റീവ് ഗ്ലോക്കോമയ്ക്കും ഈ ഡ്രഗ് നമുക്ക് കൊടുക്കുന്നുണ്ട്. അക്യൂട്ട് കൺജസ്റ്റീവ് ഗ്ലോക്കോമ, അതിന് നമ്മൾ ലെതനോപ്രോസ്റ്റ്, ട്രവോപ്രോസ്റ്റ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത്ര സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല, പക്ഷേ ഇത് ഉണ്ടാക്കാൻ ചാൻസ് ഇല്ല. ഇറ്റ് മേ കോസ് ഒക്കുലർ ഇറിറ്റേഷൻ ആൻഡ് ഐറിസ് പിഗ്മെൻറ്റേഷൻ. ഫൈൻ. അപ്പം ഇതാണ് പ്രോസ്റ്റാഗ്ലാൻഡിനെ പറ്റി നമ്മൾ പഠിക്കാനുള്ളത്. ദെൻ ബീറ്റ അഡ്രിനലിൻ ബ്ലോക്കർ. ഓക്കെ, അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? ഇറ്റ് ഡിക്രീസസ് അക്വസ് ഹ്യൂമർ. ഓക്കെ, അക്വസ് ഹ്യൂമർ ഡിക്രീസ് ചെയ്യുന്നു. എങ്ങനെ? ഈ അക്വസ് ഹ്യൂമർ നമ്മളിവിടെ കുറയ്ക്കുന്നത് നമ്മൾ പറഞ്ഞത് എങ്ങനെ അവർ ചെയ്യുന്നത്? ബൈ ബ്ലോക്കിംഗ് ബീറ്റ-2 റിസപ്റ്റർ ഓൺ സീലറി എപ്പിത്തീലിയം. ഓക്കെ, അപ്പോൾ ബീറ്റ അഡ്രിനലിൻ ബ്ലോക്കർ അവരെന്താ ചെയ്യുന്നത്? സീലറി എപ്പിത്തീലിയത്തിലെ ബീറ്റ-2 റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യും. അതുവഴി അക്വസ് ഹ്യൂമർ ഫോർമേഷനെ കുറയ്ക്കും. ഫൈൻ. ഓക്കെ, അതിലൊരു വലിയ എക്സാമ്പിളാണ് ടിമലോൾ. ഓക്കെ,
ടിമലോൾ ഭയങ്കര വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു ബീറ്റ ബ്ലോക്കറാണ്. ഓക്കെ, അപ്പം ഈ ടിമലോളിൻ്റെ അല്ലെങ്കിൽ ബീറ്റ ബ്ലോക്കറിൻ്റെ പ്രത്യേകത അവർ ഒക്കുലർ ബ്ലഡ് ഫ്ലോ കുറയ്ക്കുന്നുണ്ട് കേട്ടോ. ബീറ്റ ബ്ലോക്കറിൻ്റെ പ്രത്യേകതയാണ് അവർ ഒക്കുലാർ ബ്ലഡ് ഫ്ലോ കുറയ്ക്കുന്നുണ്ട്. ഒക്കുലാർ ബ്ലഡ് ഫ്ലോ കുറയ്ക്കുന്നുണ്ട്. ഈ ബീറ്റ ബ്ലോക്കറിൻ്റെ പ്രത്യേകത അവർ ബീറ്റ ടു റിസെപ്റ്റർ സീലിയറി എപ്പിത്തീലിലുള്ള ബീറ്റ ടു റിസെപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്തിട്ട് അക്വസ് ഹ്യൂമറിൻ്റെ ഫോർമേഷനെ കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഒക്കുലർ ബ്ലഡ് ഫ്ലോ തന്നെ കുറയ്ക്കുന്നുണ്ട്. ടിമലോൾ എന്ന് പറയുമ്പോൾ വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ളതാണ് ഗ്ലോക്കോമയിൽ. അതിന് കാരണം എന്താ? കുറേ കാരണങ്ങളുണ്ട്. ഒന്ന്, ഇറ്റ് ലാക്സ് ലോക്കൽ അനസ്തെറ്റിക് പ്രോപ്പർട്ടീസ്. ഓക്കെ, ലോക്കൽ അനസ്തെറ്റിക് അല്ലെങ്കിൽ ഒരു പാർഷ്യൽ അഗോണിസ്റ്റ് പ്രോപ്പർട്ടി അവർ ലാക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇറ്റ് ഡസ് നോട്ട് അഫക്റ്റ് പ്യൂപ്പിൾ സൈസ് ഓർ അക്കോമഡേഷനെ ഒന്നും അവർ എഫക്റ്റ് ചെയ്യുന്നില്ല. ആൻഡ് ആക്ഷൻ ഡ്യൂറേഷൻ ഭയങ്കര ലോങ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ആയിരിക്കും. വെൽ ടോളറേറ്റഡ് ആണ് ആൻഡ് ലെസ് എക്സ്പെൻസീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ടിമലോളിൻ്റെ പ്രത്യേകത ഇറ്റ് ലാക്സ് ലോക്കൽ അനസ്തെറ്റിക് പ്രോപ്പർട്ടി, ഇറ്റ് ഡസ് നോട്ട് അഫക്റ്റ് പീപ്പിൾ സൈസ്, ഹിയർ ആക്ഷൻ ഈസ് ഡ്യൂറേഷൻ ഈസ് ലോങ്ങർ, വെൽ ടോളറേറ്റഡ് ആൻഡ് ലെസ് എക്സ്പെൻസീവ്. ഓക്കെ, വെൽ ടോളറേറ്റഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഹെഡ് ഏക്ക് ഒന്നും ഇല്ല. ഓക്കെ, ദർ ഇസ് നോ ഹെഡ് ഏക്ക്, ലെസ് എക്സ്പെൻസീവ് ആയിരിക്കും. ഓക്കെ, അപ്പം അതിൽ ഈ ടിമലോളില്ലേ, ടിമലോളിൻ്റെ ടോപ്പിക്കൽ ടിമലോളാണ് സേഫറും ഹൈലി ഇഫക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബീറ്റ ബ്ലോക്കറിൻ്റെ അഡ്വാൻറ്റേജ് മെയിനായിട്ട് ടിമലോളിൻ്റെ വൈഡ്ലി യൂസ്ഡ് ആവാനുള്ള കാരണം നമ്മൾ പറഞ്ഞു. അതുപോലെ ഈ ബീറ്റ ബ്ലോക്കർ ഒക്കുലർ ബ്ലഡ് ഫ്ലോ കുറയ്ക്കുന്നുണ്ട്, അക്വസ് ഹ്യൂമർ ഫോർമേഷൻ കുറയ്ക്കുന്നുണ്ട്, അതുവഴി ഗ്ലോക്കോമയ്ക്ക് നമുക്ക് കൊടുക്കാം. പക്ഷേ ഈ ബ്രോങ്കിയൽ ആസ്മ, അതുപോലെ ഹാർട്ട് ഫെയിലിയർ, ഓക്കെ, ഇവർക്കൊക്കെ നമ്മൾ ബീറ്റ ബ്ലോക്കർ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ബീറ്റ ബ്ലോക്കർ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിരിക്കും ഈ കേസിൽ, ബ്രോങ്കിയൽ ആസ്മയിലും ഹാർട്ട് ഫെയിലിയറൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ആണ് മയോട്ടിക്സ്. എക്സാമ്പിളാണ് പൈലോകാർപ്പിൻ. ഓക്കെ, പൈലോകാർപ്പിൻ. അപ്പം അവരൊരു ടെർഷ്യറി അമീനാണ്. ഓക്കെ, ദേ ആർ ടെർഷ്യറി അമീനാണ്. ഫൈൻ. ഇറ്റ് ഈസ് അബ്സോർബ്ഡ് ത്രൂ കോർണിയയിലാണ് അതിൻ്റെ അബ്സോർപ്ഷൻ ഉള്ളത്. ഓക്കെ, കോർണിയയിൽ അതിൻ്റെ അബ്സോർപ്ഷൻ ഉണ്ട്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് യൂസ്ഡ് ടോപ്പിക്കലി. ഓക്കെ, ടോപ്പിക്കലി ആണ് യൂസ് ചെയ്യുന്നത്. ഫൈൻ. എന്തിനൊക്കെ ആയിട്ടാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടോപ്പിക്കലി ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ ആൻഡ് അക്യൂട്ട് കൺജസ്റ്റീവ് ഗ്ലോക്കോമ. ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയ്ക്കും അക്യൂട്ട് കൺജസ്റ്റീവ് ഗ്ലോക്കോമയിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. അബ്സോർപ്ഷൻ കോർണിയയിൽ കൂടിയാണ്. ഇത് ടെർഷ്യറി അമീനാണ്. ഇനി ഇവരുടെ പണി എന്താണ്? ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ ഡ്രെയിനേജ് ഓഫ് അക്വസ് ഹ്യൂമറിൻ്റെ ഡ്രെയിനേജിനെ ഫെസിലിറ്റേറ്റ് ചെയ്തിട്ട് ഇൻട്രാഓക്കുലർ പ്രഷർ കുറയ്ക്കും. ഇൻട്രാഓക്കുലർ പ്രഷർ കുറയ്ക്കുമ്പോൾ ഗ്ലോക്കോമ കുറയും. കാരണം ഗ്ലോക്കോമ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് റേസ്ഡ് ഇൻട്രാഓക്കുലർ പ്രഷർ. ഓക്കെ, അപ്പം ഈ പൈലോകാർപ്പിൻ അല്ലെങ്കിൽ മയോട്ടിക്സ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ് ഇൻട്രാഓക്കുലർ പ്രഷറിനെ കുറയ്ക്കുന്നുണ്ട്. എങ്ങനെ? ബൈ ഫെസിലിറ്റേറ്റിംഗ് ഡ്രെയിനേജ് ഓഫ് അക്വസ് ഹ്യൂമർ. ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഈ മയോട്ടിക്സിന് കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എന്തൊക്കെയാണ്? ഫ്രീക്വൻറ്റ് ഡോസിങ്, നമുക്ക് പെട്ടെന്ന് ഉറക്കം വരുന്ന പോലെ, പിന്നെ ഫ്ലക്ച്വേഷൻ ഇൻട്രാഓക്കുലർ പ്രഷർ, ഹെഡേക്ക്, ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ് മയോട്ടിക്സിൻ്റെ. നമ്മൾ പറഞ്ഞു ടിമലോളിലാണെങ്കിൽ അങ്ങനത്തെ ഒരു വെൽ ടോളറേറ്റഡ്, ഇവിടെ ഹെഡേക്ക് ഒന്നും ഇല്ല, ബീറ്റ ബ്ലോക്കറായിട്ടുള്ള ടിമലോൾ. ഇവിടെ മയോട്ടിക്സ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ് ഹെഡേക്ക്. ആൻഡ് ഓൺ ക്രോണിക് യൂസ് ഇറ്റ് കോസ് കാറ്ററാക്ട്. ഓക്കെ, ഈ മയോട്ടിക്സ് ക്രോണിക്കായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കാറ്ററാക്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗാണ് ആൽഫ ആഡ്രിജനിക് അഗോണിസ്റ്റ്. അവരാണ് എപ്രാക്ലോണിഡിൻ ആൻഡ് ഡിപ്യൂഫ്രിൻ. ഓക്കെ, എപ്രാക്ലോണിഡിൻ ആൻഡ് ഡിപ്യൂഫ്രിൻ. അപ്പോൾ ഈ എപ്രാക്ലോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ അഡ്ജൻറ്റ് ഇൻ ഗ്ലോക്കോമ. ഓക്കെ, ഹിയർ ഇറ്റ് ഡസ് നോട്ട് ക്രോസ് ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ ക്രോസ് ചെയ്യുകയില്ല. അതുകൊണ്ട് ദർ ഈസ് നോ ഹൈപ്പോടെൻസീവ് ആക്ഷൻ. ഓക്കെ, ക്ലോണിഡിൻ ആ ഡ്രഗില്ലേ, ആ ക്ലോണിഡിനെ പോലെ ഹൈപ്പോടെൻസീവ് ആക്ഷൻ എപ്രാക്ലോണിഡിൻ ഇല്ല. കാരണം ഇറ്റ് ഡസ് നോട്ട് ക്രോസ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ഇൻസ്റ്റെഡ് വാട്ട് ദേ ആർ ഡൂയിങ്, ദീസ് ഡ്രഗ് ആക്ട് ഓൺ ആൽഫ-2 റിസെപ്റ്റേഴ്സ്. ഓക്കെ, ആൽഫ-2 റിസെപ്റ്റേഴ്സിൽ ആക്ട് ചെയ്യുന്നു ഓൺ സീലിയറി എപ്പിത്തീലിയം. ഓക്കെ, സീലിയറി എപ്പിത്തീലിയം. And it reduces the formation of aqueous humor, thereby decreasing intraocular pressure. aqueous humor കുറയ്ക്കുന്നു, intraocular pressure കുറയ്ക്കുന്നു. എങ്ങനെ? ഈ എപ്രാക്ലോണിഡിൻ ആൽഫ-2 റിസെപ്റ്റേഴ്സിൽ ആക്ട് ചെയ്യുന്നുണ്ട്, അത് aqueous humorൻ്റെ ഫോർമേഷൻ കുറച്ചിട്ട് intraocular pressure കുറയ്ക്കുന്നു. ദെൻ ഡിപ്യൂഫ്രിൻ, ഇതെന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്രോ ഡ്രഗ് ഓഫ് അഡ്രിനാലിൻ. ഓക്കെ, ഇറ്റ് ഇസ് എ പ്രോ ഡ്രഗ് ഓഫ് അഡ്രിനാലിൻ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിപ്യൂഫ്രിൻ കോർണിയനെ ക്രോസ് ചെയ്യും. ഓക്കെ, കോർണിയ ക്രോസ് ചെയ്തിട്ട് അത് അഡ്രിനാലിനായിട്ട് മാറുന്നുണ്ട്. ഓക്കെ,
കാരണം പറഞ്ഞത് ഇറ്റ് പെനട്രേറ്റ് ഡിപ്യൂഫ്രിൻ പെനട്രേറ്റ് ദ കോർണിയ ആൻഡ് വിത്ത് ഹെൽപ്പ് ഓഫ് എസ്റ്ററേസസ്. ഓക്കെ, എസ്റ്ററേസസിൻ്റെ ആ എൻസൈമിൻ്റെ സഹായത്തോടെ ദിസ് ഡിപ്യൂഫ്രിൻ ഈസ് കൺവേർട്ടഡ് ടു അഡ്രിനാലിൻ. ഓക്കെ, ഇനി അഡ്രിനാലിൻ എന്താ ചെയ്യുന്നത്? ബീറ്റ റിസെപ്റ്റേഴ്സിൽ എന്താണ് ഇറ്റ് ഇൻക്രീസ്, ബീറ്റ റിസെപ്റ്റേഴ്സ് വഴി എന്താണ് ഇറ്റ് ഇൻക്രീസസ് ഉവിയോസ്ക്ലീറൽ ഔട്ട്ഫ്ലോ ആൻഡ് ട്രബിക്കുലർ ഔട്ട്ഫ്ലോ. ഓക്കെ, ഉവിയോസ്ക്ലീറൽ ഔട്ട്ഫ്ലോ കൂട്ടുന്നു, ട്രബിക്കുലർ ഔട്ട്ഫ്ലോ കൂട്ടുന്നു, അതാണ് അഡ്രിനാലിൻ ചെയ്യുന്നത്. അതേസമയം ആൽഫ-1 ആൽഫ-2 അതിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് എന്താണ് ചെയ്യുന്നത്? ഡിക്രീസസ് അക്വസ് സെക്രീഷൻ. ഓക്കെ, അക്വസ് ഹ്യൂമറിൻ്റെ സെക്രീഷനെ കുറച്ചിട്ട് ഇൻട്രാക്കുലർ പ്രഷർ കുറയ്ക്കും. ഓക്കെ, ഇൻട്രാക്കുലർ പ്രഷർ കുറയ്ക്കുന്നുണ്ട്. ഫൈൻ, അതാണ് ഡിപ്യൂഫ്രിൻ്റെ കാര്യം. കോർണിയയുടെ പെനട്രേറ്റ് ചെയ്യുന്ന കാര്യം വിത്ത് ഹെൽപ്പ് ഓഫ് എസ്റ്ററീസ് അവർ അഡ്രിനാലിനായിട്ട് മാറുന്നുണ്ട്. പിന്നെ ബീറ്റ റിസെപ്റ്റേഴ്സിലും ആൽഫ റിസെപ്റ്റേഴ്സിലുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇറ്റ് ഇൻക്രീസസ് ഉവിയോസ്ക്ലീറൽ ഔട്ട്ഫ്ലോ ആൻഡ് ട്രബിക്കുലർ ഔട്ട്ഫ്ലോ. ഇവിടെ എന്താണ്? ഇറ്റ് ഡിക്രീസസ് അക്വസ് സെക്രീഷൻ ആൻഡ് റിഡക്ഷൻ ഓഫ് ഇൻട്രാക്കുലർ പ്രഷർ. ദെൻ അബൌട്ട് ദ ഓസ്മോട്ടിക് ഏജൻറ്റ്. ഓസ്മോട്ടിക് ഏജൻറ്റ് നോക്കുവാണെങ്കിൽ എക്സാമ്പിളാണ് മാനിറ്റോൾ. 20% മാനിറ്റോൾ IV ഇൻഫ്യൂഷനായിട്ട്, ഗ്ലിസറോൾ 50% ഓറലായിട്ട്. ഓക്കെ, ഇനി ഇവരുടെ പണി എന്താ? ഇറ്റ് ഡ്രോ ഫ്ലൂയിഡ് ഫ്രം ദ ഐ ഇൻ ടു സർക്കുലേഷൻ. ഐയിൽ നിന്ന് ഫ്ലൂയിഡ് ഡ്രോ ചെയ്തിട്ട് സർക്കുലേഷനിലേക്ക് കൊടുക്കുന്നു ബൈ ഓസ്മോട്ടിക് ഇഫക്റ്റ്. ഓക്കെ, അങ്ങനെ ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്? ഇറ്റ് റെഡ്യൂസസ് ഇൻട്രാക്കുലർ പ്രഷർ ഇൻ അക്യൂട്ട് കൺജസ്റ്റീവ് ഗ്ലോക്കോമ. ഓക്കെ, അപ്പോൾ അതാണ് ഓസ്മോട്ടിക് ഏജൻസ് ആയിട്ടുള്ള മയോട്ടിൻ അല്ല മാനിറ്റോൾ അല്ലെങ്കിൽ ഗ്ലിസറോൾ. ഇവരൊക്കെ ചെയ്യുന്നത് ഇറ്റ് ഡ്രോ ഫ്ലൂയിഡ് ഫ്രം ദ ഐയിൽ നിന്ന് ഫ്ലൂയിഡ് ഡ്രെയിൻ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് സർക്കുലേഷനിലേക്ക് കൊടുക്കുന്നു ഓസ്മോട്ടിക് എഫക്റ്റ് വഴി. അതുപോലെ ഇൻട്രാക്കുലർ പ്രഷർ കുറയ്ക്കുന്നുണ്ട് ഇൻ അക്യൂട്ട് കൺജസ്റ്റീവ് ഗ്ലോക്കോമ. ദ നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗാണ് കാർബോണിക് ആസിഡ് ഇൻഹിബിറ്റേഴ്സ്. ഓക്കെ, കാർബോണിക് ആസിഡ് ഇൻഹിബിറ്റേഴ്സ് എക്സാമ്പിളാണ് അസറ്റസോളമൈഡ്. അത് ഓറലായിട്ട് IV ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഡോസോളമൈഡ് അത് ടോപ്പിക്കലി കൊടുക്കുന്നുണ്ട്. ബ്രിൻസോളമൈഡ് ടോപ്പിക്കലി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി കാർബോണിക് ആസിഡ് ഇൻഹിബിറ്റേഴ്സ്. ആ പേര് സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഇൻഹിബിറ്റ് ദീസ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ് ഇൻഹിബിറ്റ് ദ കാർബോണിക് ആൻഹൈഡ്രേസ്. ഇതൊരു എൻസൈം അല്ലേ? ഈ എൻസൈമിനെ അവരങ്ങ് ഇൻഹിബിറ്റ് ചെയ്യും. അതുവഴി ഡിക്രീസസ് ദ ഫോർമേഷൻ ഓഫ് ബയോകാർബണേറ്റ്. സീലിയറി എപ്പിത്തീലിയത്തിലുള്ള ബയോകാർബണേറ്റ് ഫോർമേഷനെ കുറയ്ക്കുന്നു. ആൻഡ് ദെയർ ബൈ ഡിക്രീസസ് ദ ഫോർമേഷൻ ഓഫ് അക്വസ് ഹ്യൂമർ. ഓക്കെ, അതുവഴി അക്വസ് ഹ്യൂമറിൻ്റെ ഫോർമേഷനെ കുറയ്ക്കുന്നു. അപ്പോൾ അതാണ് കാർബോണിക് ആസിഡ് ഇൻഹിബിറ്റേഴ്സ് ചെയ്യുന്നത്. ആ ഡ്രഗ്, ആ പേര് പറയുന്നത് തന്നെ ആദ്യം കാർബോണിക് ആൻഹൈഡ്രേസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യും, അതുവഴി ബയോകാർബണേറ്റ് ഫോർമേഷനെ കുറയ്ക്കും, അതുവഴി അക്വസ് ഹ്യൂമറിൻ്റെ ഫോർമേഷനെ കുറയ്ക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറയുകയാണെങ്കിൽ ടോപ്പിക്കൽ കാർബോണിക് ആൻഹൈഡ്രേസ് ആണ് കേട്ടോ. ടോപ്പിക്കൽ കാർബോണിക് ആൻഹൈഡ്രേസ് ഇൻഹിബിറ്ററാണ് മോസ്റ്റ് പ്രിഫേർഡ് ആയിട്ടുള്ളത് ദാൻ സിസ്റ്റമിക്. ഓക്കെ, ദാൻ സിസ്റ്റമിക് കാർബോണിക് ആൻഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ്. ഇന്ന് ഏത് കേസിലാണ്? ഇൻ ക്രോണിക് സിമ്പിൾ ഗ്ലോക്കോമ. ക്രോണിക് സിമ്പിൾ ഗ്ലോക്കോമയിൽ ടോപ്പിക്കൽ കാർബോണിക് ആൻഹൈഡ്രേസ് ഇൻഹിബിറ്ററാണ് സിസ്റ്റമിക് കാർബോണിക് ആൻഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സിനേക്കാളും പ്രിഫേർഡ് ആയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ അക്യൂട്ട് കൺജസ്റ്റീവ് ഗ്ലോക്കോമയില്ലേ? ഇൻ അക്യൂട്ട് കൺജസ്റ്റീവ് ഗ്ലോക്കോമ. ഓക്കെ, ഈ അക്യൂട്ട് കൺജസ്റ്റീവ് ഗ്ലോക്കോമയിൽ നമ്മൾ എന്താണ് കൊടുക്കുന്നത്? അസറ്റസോളമൈഡ് ആണ് നമ്മൾ മെയിൻലി കൊടുക്കുന്നത്. അസറ്റസോളമൈഡ്. ഓക്കെ, അത് നമ്മൾ IV ആയിട്ടും ഓറലിയും കൊടുക്കുന്നുണ്ട് അക്യൂട്ട് കൺജസ്റ്റീവ് ഗ്ലോക്കോമയിൽ. സോ ഇത്രയേ ഉള്ളൂ ഗ്ലോക്കോമയെ പറ്റി പറയാനായിട്ടുള്ളത്. ഇപ്പോൾ ഗ്ലോക്കോമ ആദ്യം എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതുവഴി രണ്ട് കാര്യങ്ങളുണ്ട്. വിഷ്വൽ ഫംഗ്ഷൻ പോകുന്നുണ്ട്, ഇൻട്രാക്കുലർ പ്രഷർ ഭയങ്കര കൂടുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇൻട്രാക്കുലർ പ്രഷർ കുറയ്ക്കണം, എന്നാലേ ഗ്ലോക്കോമയ്ക്ക് ഒരു പരിഹാരമുള്ളൂ. അപ്പോൾ നമ്മൾ ഗ്ലോക്കോമയ്ക്ക് കൊടുക്കുന്ന ഡ്രഗ്സിനെല്ലാം പണി എന്താണ്? ഇൻട്രാക്കുലർ പ്രഷറിനെ കുറയ്ക്കുന്നത്. ഓക്കെ, നമ്മൾ പല ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്, അതിന് മുമ്പ് നമ്മൾ അക്യൂട്ട് ഗ്ലോക്കോമ, ക്രോണിക് സിമ്പിൾ ഗ്ലോക്കോമ പഠിച്ചു. ഡ്രഗ്സ് ആദ്യം പ്രോസ്റ്റാഗ്ലാൻഡിൻ പഠിച്ചു, ബീറ്റ അഡ്രിനലിൻ ബ്ലോക്കർ പഠിച്ചു, അതുപോലെ എന്തൊക്കെ പഠിച്ചു? മയോട്ടിക്സ് അല്ലേ, മയോട്ടിക്സ് പഠിച്ചിട്ടുണ്ട്. ആൽഫ അഡ്രിനലിക് അഗോണിസ്റ്റ് പഠിച്ചു. ദെൻ ഓസ്മോട്ടിക് ഏജൻറ്റ് പഠിച്ചു. കാർബോണിക് ആസിഡ് ഇൻഹിബിറ്റേഴ്സ് പഠിച്ചു. സോ ഇത്രയേ ഉള്ളൂ. ഭയങ്കര എളുപ്പമുള്ള ടോപ്പിക്കാണ്. ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ട് പഠിച്ചാൽ മതി. ഓക്കെ.